ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാചകം കാണാം, ഫഅലം അന്നല്ലാഹ തആല ഖലഖ ഫീ സദ്രിക ബൈതൻ. നീ മനസ്സിലാക്കണം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നിൻ്റെ നെഞ്ചിൽ ഒരു വീടിനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. സഹോദരങ്ങൾ, ഏതാണ് ആ വീടെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അത് പറയാണ്, വഹുവ അൽ ഖൽബ്. ആ വീടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നെഞ്ചിലുള്ള ഹൃദയമാണ് എന്നാണ്. ഹൃദയമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നെഞ്ചിൽ സൃഷ്ടിച്ചിട്ടുള്ള വീടെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എപ്പോഴാണോ വെളിച്ചം ഒഴിവായി പോകുന്നത് അപ്പോഴാ വീടെന്തായി ഇരുട്ടിലായി തീരുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ വീടിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വീടെന്ത് ചെയ്യും, നശിച്ചു പോകുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയമാകുന്ന വീടിൻ്റെ അവസ്ഥയും. ആ ഹൃദയത്തെ വെളിച്ചമുള്ളതാക്കി തീർക്കുന്നത് അള്ളാഹുവിൻ്റെ ദിക്റാണ്, അള്ളാഹുവിനുള്ള ഇഷ്ടമാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ആ ഹൃദയത്തെ വെളിച്ചത്തിലാക്കി തീർക്കുക. എപ്പോഴാണോ ഹൃദയത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവായി പോകുന്നത്, ഒരു മനുഷ്യൻ ഇത്തരം കാര്യങ്ങളിൽ അശ്രദ്ധനായി ജീവിച്ചു പോകുന്നത്, അതോടെ ആ ഹൃദയം പിന്നെ ഇരുട്ടിലായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പാപങ്ങൾ അതൊക്കെ ആ ഹൃദയത്തെ എന്ത് ചെയ്യും, നശിപ്പിച്ച് കളയുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയമാകുന്ന വീടിനെ സദാസമയവും അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട്, അള്ളാഹുവിനുള്ള ഇഷ്ടം കൊണ്ട്, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് വെളിച്ചമുള്ളതാക്കി തീർക്കാൻ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, പരിശ്രമിക്കുന്നവരാകണം. അശ്രദ്ധ കൊണ്ടും പാപങ്ങൾ കൊണ്ടും ആ ഹൃദയത്തെ ഇരുട്ടിലാക്കി നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക.